ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. ചക്കക്കുരു കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചക്കക്കുരു ഇതുപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് നമ്മൾക്ക് പൊടിയായിട്ട് എടുത്തു വയ്ക്കാം. ഞാനൊരു 10-25 ചക്കക്കുരു ഉണ്ട്. അപ്പോൾ നമ്മളിത് ചക്കക്കുരുവൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറില്ല, വെറുതെ കളയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചക്കക്കുരുവൊക്കെ നമ്മളുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഇതൊക്കെ നമ്മൾ കളയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കായാലും അതൊക്കെ കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ആയിട്ടുള്ള ഏതൊരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പൊടിച്ചു വെച്ച ചക്കക്കുരു മിക്സിലേക്ക് നമുക്കൊരു സവാള, കുറച്ച് ഗ്രീൻ ചില്ലി, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇടണം കേട്ടോ. കാരണം ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ടാലും നല്ലതാണ്. പിന്നെ നമ്മൾക്ക് വേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് കടലമാവാണ്. ഒരു 2-3 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ചക്കക്കുരുവിനനുസരിച്ചിട്ട് നമുക്കതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ നമ്മൾക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. കാരണം ഇതൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പി ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് സോഡ പൗഡർ ഇട്ട് കൊടുക്കണേ, കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇടേണ്ടതാണ് നമ്മൾക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ഇതിൽ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് എരിവും ആവശ്യമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അതായത് ആട്ടമാവിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളമൊഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു പാനിൽ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കത് വറുത്ത് എടുക്കാം. ഇനി ഇതുപോലെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ മിക്സ് നമുക്കിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ചക്കക്കുരു നുള്ളിപ്പൊരിച്ചതെന്ന് പേരിട്ടേക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ നുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കാൻ വേണ്ടി കുറച്ച് കുഞ്ഞിതായിട്ട് നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെയല്ല നമ്മൾക്ക് കട്ട്ലേറ്റൊക്കെ രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അതുപോലെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ വറുത്തെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിലാണെങ്കിലും അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതുപോലെ വറുത്ത് കോരിയെടുക്കാം. കാരണം കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ച സാധനങ്ങളാണ്. സവാളയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചക്കക്കുരുവൊക്കെ വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് മറിച്ചിട്ട് നമുക്ക് കൊടുക്കാം. പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായക്കൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് സോസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ തിന്ന് തീർക്കുന്ന അറിയില്ല. ഇത് ചക്കക്കുരു ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഈ കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ വേപ്പിലേക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഇതുപോലെ വറുത്ത് നമുക്ക് എല്ലാം കോരിയെടുക്കാം. ഇതിൽ എണ്ണയൊന്നും പിടിക്കത്തില്ല. കാരണം നമ്മൾ അരിപ്പൊടിയും ഇതൊക്കെ ഇട്ടേക്കണതുകൊണ്ട് എണ്ണയൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം സമയമൊന്നും വേണ്ട. ചക്കക്കുരു വേവിച്ചെടുത്ത് അതൊന്ന് തൊലി കളയേണ്ട സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ആകും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സോസിൻ്റെ കൂടെയോ അല്ലാതെ വെറുതെ കഴിക്കുന്നതിലും ടേസ്റ്റാണ്. ഞാൻ എന്തായാലും ഒരു മസാല ചായ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഏലക്കായും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വൈകുന്നേരം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. എൻ്റെ കമൻസൊക്കെ ഒന്ന് പറയണം. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.